ഹായ് ഹലോ. അപ്പം നമ്മൾ ചർച്ചിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടു. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയിരുന്നു, ഫ്രഷായിട്ട് കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ. അതായത് ക്യാരറ്റ്, കുക്കുംബർ, അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി. ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി. അപ്പോൾ പോരുന്ന വഴിയിൽ ഒരു മയിലിനെ യാദൃശികമായിട്ട് കണ്ടതാണ്. കാരണം അവിടെ വണ്ടി കുറേ ഇങ്ങനെ നിർത്തിയിട്ടേക്കണം കണ്ടപ്പോൾ എന്തോ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് സ്ലോ ആക്കി തിരിച്ചു പോയി ഒന്ന് സ്ലോ ആക്കി നിൽക്കുകയാണ് മയിലിനെ കണ്ടത്. പിന്നെ ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തി ഇവിടെ കണ്ടില്ല. അങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഇങ്ങ് പോകുന്നു. പിന്നെ അവന് നന്നായിട്ട് ഉറക്കം വന്നിങ്ങനെ കണ്ണടഞ്ഞു പോകുക. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ പിള്ളേർക്ക് സ്വാഭാവികമായിട്ട് ഉറക്കം ഒരു റെഡിയാവില്ല. ഒന്നെങ്കിൽ വണ്ടി കിടന്നോ അങ്ങനെയൊക്കെ ഒരു രീതിയിലല്ലേ ഉറങ്ങുന്നത്. അപ്പോൾ അത് ഓക്കെ ആയില്ല. അവന് പകൽ ഉറങ്ങുന്ന ഉറക്കവും ഓക്കെ ആയിട്ടില്ല. അപ്പോൾ പുറകിലേക്ക് പിന്നെയെന്ന് പറഞ്ഞ് നമ്മൾ സൺഡേ രാവിലെ വന്ന് വൈകിട്ട് തന്നെ തിരിച്ച് പോവല്ലേ. അപ്പോൾ ഫുള്ള് പള്ളിയിൽ അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ തിരിച്ചു പോകുന്നതുകൊണ്ട് അതിനൊരു ഉറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല ആൾക്ക്. അപ്പോൾ പുറകിലേക്ക് ആളെ തന്നു ഉറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ അവിടെ എത്തി. കാരണം അവിടെയൊന്നും വെള്ളമില്ല, തിരക്കില്ല, എല്ലാം ഉണങ്ങി വരണ്ട് ഒക്കെ കിടക്കുകയാണ്. ആരും വെള്ളമില്ലാത്തതുകൊണ്ട് കടകളോ അങ്ങനെ ആരും അവിടെ നിർത്തുന്നില്ല. പിന്നെ ഒത്തിരി ദൂരെ നിന്നൊക്കെ വരുന്നവരൊന്നും നിർത്തി കണ്ട് പോകുന്നല്ലാതെ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല അവിടെ. കടകളൊന്നുമില്ല, ഒരു ഐസ്ക്രീം വണ്ടി പോലും ഇല്ല അവിടെ. പിന്നെ നമ്മൾ റാണിവളം എത്തി. റോഡ് 2 സൈഡും ഇങ്ങനെ പണിയാൻ വേണ്ടിയിട്ട് പൊക്കി കെട്ടി വരുന്നതുകൊണ്ട് സൂക്ഷിച്ച് വേണം വളവൊക്കെ വളച്ച് കൊണ്ടുപോകാൻ. അപ്പം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ പോയപ്പം ഈ സൈഡ് തന്നെയായിട്ട് ഒരു കാറിങ്ങനെ ടയർ, കാരണം വഴി പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം എന്താണെന്നറിയത്തില്ല, ഇങ്ങനെ വണ്ടി ചെരിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പം അത് ഈ 2 സൈഡും ഇങ്ങനെ അടിയിൽ നിന്ന് പൊക്കിക്കൊണ്ട് വരുന്നതുകൊണ്ടേ നന്നായിട്ട് താഴ്ചയല്ലേ താഴേക്ക്. അപ്പം നമ്മളങ്ങനെ നേര്യമംഗലം പാലത്തിൻ്റെ അവിടെ എത്തി. അങ്ങനെ പാലത്തിൽ ഇപ്പം ഈ കുറച്ച് ചെറുതായിട്ടൊന്ന് മഴ ചാറിയായിരുന്നു കേട്ടോ, ചെറുതായിട്ട്. അങ്ങനെ നമുക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മഴ ചാറിയിട്ടില്ല. ആ റാണിവളവിൻ്റെ അവിടെ എത്തിയപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ വന്നു. അപ്പുറത്ത് നന്നായിട്ട് മഴ പെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷേ പെയ്തില്ല. നല്ല ക്ലൈമറ്റാണ് ഈ ടൈമൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരാം. പക്ഷേ ഒരു മഴക്കാലം ടൈമിൽ മഴയൊക്കെ ഒന്ന് നിന്ന് കഴിയുമ്പോഴുള്ളൊരു സമയമില്ലേ, ആ ടൈമാണ് എനിക്ക് കൂടുതലിഷ്ടം. അങ്ങനെ നമ്മൾ പാലത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പം നമ്മൾക്ക് 4 മണിക്ക് ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പം നമ്മൾ ജ്യൂസ് കുടിക്കാൻ കടയിൽ കയറി. അങ്ങനെ ജ്യൂസ് മേടിച്ച് കുടിച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. മമ്മീനെ കസിൻ്റെ വീട്ടിലോട്ട് തിരിച്ചാക്കി. മമ്മീനെ ആക്കിയിട്ട് ഞങ്ങളിങ്ങനെ പോകുക. അപ്പോഴത്തേനും നേരെ സന്ധ്യയും. പിന്നെ ഒരു ചിക്കൻ മേടിക്കാനുള്ള തന്ത്രപ്പാടിൽ ഉള്ള ചിക്കൻ സെൻറ്ററിൽ മൊത്തം കയറി ചിക്കൻ അന്വേഷിച്ചു. പക്ഷേ നമ്മൾ ലേറ്റായി. എനിക്ക് തോന്നുന്നു 8:30-ക്കുള്ളിൽ ചിക്കൻ സെൻറ്ററൊക്കെ ക്ലോസ് ചെയ്യുമെന്ന് തോന്നുന്നു. ഈ കോതമംഗലം സൈഡൊക്കെ ഒരിടത്തൊന്നും ചോദിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ എല്ലായിടത്തും അടച്ചായിരുന്നു. അങ്ങനെ മൂവാറ്റുപുഴയിൽ നിന്നാണ് ചിക്കൻ മേടിച്ചത്. മൂവാറ്റുപുഴ വന്നു കഴിഞ്ഞപ്പം മാർക്കറ്റിൻ്റെ അവിടെ വന്നപ്പം എല്ലാം തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് തരാൻ ചേട്ടാ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ബാക്കിയുള്ളടത്ത് ചോദിച്ചപ്പോൾ അവർക്ക് ക്ലീൻ ചെയ്ത് തരാനുള്ള വിഷമമുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവരപ്പം തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് തന്നു. അപ്പം നമ്മൾ മൂവാറ്റുപുഴ എത്തി. ചിക്കനൊക്കെ മേടിച്ച് ഇനി അതൊക്കെ പോയി വെട്ടിക്കണ്ടിച്ചുണ്ടാക്കണം. അപ്പം അന്നിങ്ങനെ നമ്മൾ വീടെത്താറായി. അങ്ങനെ നമ്മൾ വീടെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു വീട്. ശരിക്കും ക്ഷീണമുണ്ട്. ഇത് നാളെ രാവിലെ ജോലിക്ക് കയറാനുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു സങ്കടമുണ്ട്. കാരണം രാവിലെ കയറണമല്ലോ. അപ്പം ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.